കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ കനിവിൻ ഉറവേ കന്യാംബികേ. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ കനിവിൻ ഉറവേ കന്യാംബികേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ, ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ, ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. യേശുവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എൻ്റെ പേര് മരിയാദാസ് തുരുത്തിമറ്റം. എൻ്റെ വീട് വയനാട്ടിൽ സീതാമൗണ്ട് എന്ന സ്ഥലത്താണ്. സീതാമൗണ്ട് സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ് ഞാൻ. കപ്പൂച്ചി സഭയിലെ അംഗമായിട്ട് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. നിലവിൽ വയനാട്ടിലുള്ള പനമരം എന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആശ്രമമുണ്ട്, പാതിരപ്പിയു ആശ്രമം. ആ ആശ്രമത്തിലെ അംഗമാണ്. ഇവിടെ ഒരു ദേവാലയമുണ്ട്. വിശുദ്ധ പാതിരപ്പയുടെ പേരിൽ വിശുദ്ധ പാതിരപ്പയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുള്ള, വിശുദ്ധ പാതിരപ്പയുടെ പേരിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിഷ്ഠാലയമാണിത്. ഷ്രൈൻ. വളരെയധികം ആളുകൾ വരികയും വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷ്രൈൻ്റെ പ്രത്യേകത, കപ്പൂച്ചിൻ സഭയിലുള്ള 16 വിശുദ്ധന്മാരുടെയും 34 വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ദേവാലയമായിരിക്കാം ഈ പനമരത്തുള്ള പാതിരപ്പിയോ ദേവാലയം. ഇവിടുത്തെ വിവിധ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ സാധിക്കുന്നിടത്തോളം സമയങ്ങളിൽ കർത്താവിൻ്റെ വചന പ്രഘോഷണ ശുശ്രൂഷയിലും ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. എൻ്റെ ആദ്യത്തെ പേര് സജി എന്നായിരുന്നു. വീട്ടിലൊക്കെ ആ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. മരിയദാസ് എന്ന പേര് സ്വീകരിക്കുവാൻ ഞാൻ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 കാരണം എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്, കുഞ്ഞുനാൾ മുതൽ പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ ഒരു സ്നേഹവും അടുപ്പവും. രണ്ടാമത്തത്, എന്നെ ഈ കപ്പൂച്ചിൻ സഭയിലേക്ക് പറഞ്ഞു വിട്ടത് ഫ്രാൻസിസ്കൻ ക്ലാര സമൂഹത്തിൽപ്പെട്ട ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററുടെ പേര് മേരി ദാസ് എന്നാണ്. ഏതാനും വർഷം മുമ്പ് ആ സഹോദരി മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ എൻ്റെ സന്യാസ സഭയിലേക്ക് വന്നപ്പോൾ പേര് മാറ്റുവാൻ കാരണമായി നിന്നത്. നമ്മൾ സെമിനാരി ചേർന്ന വർഷം എല്ലാവരും പേര് മാറ്റുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ സാധാരണ വിളിപ്പേരോ ഒഫീഷ്യൽ പേരോ മാറി അവർക്കിഷ്ടമുള്ള വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പേരാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ട എല്ലാവരും, ഞങ്ങൾ 52 പേരും അങ്ങനെ വിവിധ പേരുകൾ സ്വീകരിച്ചു. ആ വർഷം ഞങ്ങളുടെ സഭയിൽ പുതിയൊരു തീരുമാനമുണ്ടായി. പഴയ പേര് തന്നെ തിരിച്ചെടുക്കാം, അങ്ങനെ പേര് മാറ്റണമെന്നില്ല. കാരണം SSC ബുക്കിലെ പേരുകൾ മാറ്റുകയും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലൊക്കെ മാറ്റം വരുത്തുക വിഷമമായതുകൊണ്ട് ഒരു പരിധിവരെ പക്ഷേ എൻ്റെ ബാച്ചിൽപ്പെട്ട ബാക്കി 51 പേരും അവരുടെ പഴയ പേര് തന്നെ സ്വീകരിച്ചു. ഞാൻ ഏതായാലും ഈ മരിയാദാസ് എന്ന പേരിൽ തന്നെയാണ് പിന്നീടും തുടരുന്നത്. ഇന്ന് സഭയിലും എൻ്റെ ശുശ്രൂഷ രംഗത്തും അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. എനിക്ക് അറിയാം, ആ പേരുള്ളതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ധ്യാനിക്കാൻ പോകുമ്പോൾ, കൗൺസിലിങ്ങിനൊക്കെ ചെന്നിരിക്കുമ്പോൾ മിക്കവാറും സഹോദരങ്ങൾ എന്നോട് പറയുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് അച്ഛന് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന കാര്യമാണ്. അതിന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ സന്യാസ ജീവിതത്തിൽ, എൻ്റെ വൈദിക ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ രംഗത്ത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥവും
സഹായം ലഭിക്കുന്നതായിട്ട്. ഞാൻ തമാശയായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളവരും സുഹൃത്തുക്കളോടും പറയാറുണ്ട്, അമ്മയ്ക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റിയല്ല, കാരണം എൻ്റെ പേര് മര്യാദാസ് ആയിരുന്നത് കൊണ്ട് തന്നെ. തമാശ അല്ല, യഥാർത്ഥത്തിൽ ഞാനത് വിശ്വസിക്കുകയാണ്. അമ്മ ആ പേരുള്ളത് കൊണ്ട് തന്നെ എന്നോട് പ്രത്യേക പരിഗണനയും വാത്സല്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം പരിശുദ്ധ അമ്മയോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതെൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള അനുഭവം തന്നെയാണ്. വീട് ഞാൻ പറഞ്ഞു പുൽപ്പള്ളിയിലെ സീതാമുണ്ടം സ്ഥലമാണ്, കുടിയേറ്റ മേഖലയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം 11 മക്കളെന്ന്. അപ്പം ഞങ്ങൾ 11 മക്കളാണ് ഉള്ളത്. ഞാൻ 10ാമത്തെ വ്യക്തിയാണ്. ഇപ്പം ഞാൻ കുറേ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ വളരെ അധ്വാനിച്ചും വിഷമിച്ചുമാണ് ആദ്യകാലങ്ങളിലൊക്കെ മുന്നോട്ട് പോയത്. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 10 വർഷമായി. അമ്മ ഉണ്ട്, അമ്മയ്ക്ക് പ്രായമുണ്ടെങ്കിലും ദൈവം അനുഗ്രഹിച്ച് വലിയ ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുടുംബ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മുതിർന്നവരൊക്കെ ഒത്തിരി അധ്വാനിച്ചും വിഷമിച്ചും സ്കൂളിൽ പോകുന്നതോടൊപ്പം തന്നെ വീട്ടിലും പറമ്പിലും ഒക്കെ പണിയെടുത്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രത്യേകത, അന്ന് അറിയപ്പെടുന്ന ആശുപത്രികളൊന്നുമില്ല. ആകെയുള്ളത് പാടിച്ചിറയിലുള്ള ഒരു മോഹനൻ എന്ന് പറയുന്ന ഡോക്ടർ ചെറിയ ക്ലിനിക്കാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ആശുപത്രി പോകണമെങ്കിൽ മാനന്തവാടി പോകണം. മാനന്തവാടി ഏതാണ്ട് 22-23 കിലോമീറ്റർ ദൂരെയാണ്. അതും ഫോറസ്റ്റ് കൂടെ പോകണം, വൈരക്കുപ്പ കടന്നൊക്കെ അങ്ങനെ പോകണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ രോഗമുണ്ടായാൽ അങ്ങനെ ആശുപത്രി കൊണ്ടുപോക്കലൊന്നുമില്ല. അമ്മ ചെയ്യുന്ന ഒരു രീതി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ മക്കൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ അമ്മ നേർച്ച അങ്ങ് നേരും, 9 ശനിയാഴ്ച ഇവളെ പള്ളി കൊണ്ടുപോക്കലാമെന്ന്. അതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ എനിക്കെന്തെങ്കിലുമൊക്കെ അസുഖം വരും, ഉടനെ അമ്മ അങ്ങ് നേർച്ച നേരും, ശനിയാഴ്ച കൊണ്ടുപോക്കലാമെന്ന്. അങ്ങനെ പലപ്പോഴും അമ്മയുടെ കയ്യിൽ പിടിച്ച് ചെറുപ്പകാലം മുതൽ തന്നെ ഇങ്ങനെ പള്ളിയിൽ പോയി, ശനിയാഴ്ച പള്ളിയിൽ പോയി നൊവേനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അതുവഴി അമ്മയോട്, പരിശുദ്ധ അമ്മയോട് എൻ്റെ അമ്മ വഴി എനിക്കല്പം സ്നേഹവും അടുപ്പമൊക്കെ തോന്നിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് 9-10 കിലോമീറ്റർ ദൂരെയുള്ള മരക്കടവ് പള്ളിയാണ്. പിന്നീടാണ് കുറച്ചും കൂടെ അടുത്ത് കബിനിഗിരി പള്ളിയായി. ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് 1 കിലോമീറ്റർ പോയാൽ മതി സീതാമൗണ്ട് പള്ളിയായി. ഞായറാഴ്ച നിർബന്ധമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകണം, അത് അപ്പച്ചൻ്റെ കൽപ്പനയാണ്. ഞങ്ങൾ 11 മക്കളും അത് ഞായറാഴ്ച നിർബന്ധമായി പള്ളിയിൽ പോയിരിക്കും. പിന്നെ ശനിയാഴ്ച ഉള്ളത് ഈ കാരണത്താൽ ഞാൻ പലപ്പോഴും ശനിയാഴ്ചകളിലും അമ്മയുടെ കൂടെ പള്ളിപ്പോക്ക് തന്നെയാണ്. അപ്പോൾ അമ്മയുടെ കയ്യും പിടിച്ചുള്ള ഈ പോക്ക്, പള്ളിയിലുള്ള പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് നൊവേന, അതിലൊക്കെ പങ്കെടുക്കുന്ന വഴിയായിട്ട് വീട്ടിലാണെങ്കിലും ചെറുപ്പകാലത്തൊക്കെ എനിക്ക് മാതാവിനോട് ഇഷ്ടം തോന്നിയിരുന്നു. എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥനയിലെ നിർബന്ധമായ ഒരു ഘടകമെന്ന് പറയുന്നത് ജപമാലയാണ്. അതെല്ലാവരും കൂടെ വീട്ടിൽ പരിസരത്തുള്ള മക്കളെല്ലാം കൂടി ഇരുന്ന് ജപമാല ചെല്ലും. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ വീട്ടുകാർ ജപമാല ചെല്ലുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ കൂടുകയും പിന്നെ എക്സ്ട്രാ ആ സമയത്ത് ഞാൻ ചൊല്ലുകയും ചെയ്യും. കാരണം മിഷലിങ്ങിലുള്ള മാനുവൽ ബുക്കുണ്ട്, കുട്ടികൾക്കറിയാം. അത് പൂരിപ്പിക്കണമെങ്കിൽ ജപമാല എത്ര, സൂര്യദേവം എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് പൂരിപ്പിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ജപമാല ഇങ്ങനെ വീട്ടിൻ്റെ ആ സമയത്ത് തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ പള്ളിപ്പോക്ക്, പ്രാർത്ഥന, പിന്നെ ഒരു മാതൃകാ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കുടുംബവും അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് വിശ്വാസവും പ്രാർത്ഥനയും ഉള്ള ഒരു കുടുംബമായിരുന്നു. കുടുംബ പ്രാർത്ഥന മുടക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്പച്ചനെ ധിക്കരിക്കുന്ന വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മക്കൾക്ക് അത്ര ഉത്സാഹമില്ലെങ്കിൽ കൂടിയും അപ്പച്ചൻ വഴക്ക് പറയുമെന്ന കാരണത്താൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഇന്ന് മക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ദൈവാനുഗ്രഹത്താൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാനുള്ള കാരണം ഈ കുടുംബ പ്രാർത്ഥനയുടെ പിൻബലമാണ്. പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥിച്ചുള്ള കുടുംബ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ ശക്തമായ ഇടപെടൽ അനുഭവിച്ച ഒരു സംഭവം ഉണ്ടായത്. എനിക്കന്ന് 10 വയസ്സാണ്. ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന തലേ ദിവസം, ഓണത്തിൻ്റെ വലിയ ആഘോഷങ്ങളും അവധിയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. തലേദിവസം ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയി. അപ്പോൾ കുഞ്ഞമ്മയും പപ്പായും അവിടെ ഇല്ല, അവർ നാട്ടിൽ പോയതാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെയാണ് അവിടെ കൂട്ടുകിടക്കാൻ പോയത്.
അവിടെ 5 മക്കളുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെന്ന് അങ്ങനെ 7 പേരായി. അപ്പോൾ പിള്ളേരെല്ലാം കൂടിയുള്ള ആഘോഷ തിമിർപ്പുകളെല്ലാം കഴിഞ്ഞു. കുരിശുവര കഴിഞ്ഞു, അത്താഴം കഴിഞ്ഞു, കടക്കാനുള്ള തിരക്കിലാണ്. അപ്പം ഞാനൊരു കട്ടിലേ കടന്ന് ജനലിക്കയിൽ മണ്ണെണ്ണ വിളക്ക് വെച്ച്, അന്ന് കറണ്ടില്ല അവിടെ, ഒരു സ്നേഹസേന വായിക്കുകയാണ്. കാര്യം കുട്ടികളുടെ ഒരു ചെറിയ ഒരു മാസികയാണ്, അല്ലെങ്കിൽ പുസ്തകമാണ് സ്നേഹസേന. അതിലെ കഥ ഇങ്ങനെയാണ്. 2 കുട്ടികൾ, ആങ്ങളെയും പെങ്ങളും, ഒരു വിദേശ കുട്ടികളാണ്. അവരപ്പൻ്റെ അമ്മയുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിൽ വഞ്ചി എടുത്തുകൊണ്ട് കടലിലേക്ക് പോകുന്നു. ഏതായാലും കടലിൽ കൊളിളക്കമുണ്ടായി ഈ വഞ്ചി ഉൾക്കടലിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. അതിനിടയിൽ ഇവിടെ വഞ്ചിയിൽ ഒരു ദ്വാരമുണ്ടായി, വെള്ളം കയറി വഞ്ചി മുങ്ങാറാകുന്നു. ഒരു കുട്ടി ഇങ്ങനെ കയ്യും വിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മറ്റേ കുട്ടി തൊപ്പിയും കൊണ്ട് ഈ വഞ്ചിയിലെ വെള്ളം കോരിക്കളയുക. ഈ സമയത്ത് അത്ഭുതകരമായ ഒരു യുദ്ധക്കപ്പൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ കുട്ടികളെ കണ്ടു. പട്ടാളക്കാർ വന്ന് ഈ കുട്ടികളെ രക്ഷിച്ചു. ഈ കഥ വായിക്കുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ ദൈവം രക്ഷിക്കുമല്ലോ എന്ന് ഓർക്കുന്ന സമയം തന്നെ ഈ ജനലയ്ക്ക് വെച്ച മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞ് എൻ്റെ തലയിലേക്ക് വീണു. അപ്പം ഞാൻ കട്ടിലേ കിടന്ന് വായിക്കുകയാണ്. അപ്പം മണ്ണെണ്ണ വളരെ ചൂടായതായിരുന്നു. പെട്ടെന്ന് തീയങ്ങ് ആളി. അപ്പോൾ ഈ മുടിയും മണ്ണെണ്ണയും കൂടെ ഉരുകി തീ പിടിച്ചു. ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തൂത്തു, തീ കെടുത്താൻ ശ്രമിച്ചതാണ്. അപ്പോൾ വീണ്ടും ഈ മണ്ണെണ്ണയും ഈ മുടിയും കൂടെ കത്തി ഉരുകി എൻ്റെ ഷോൾഡറിൽ വീണു. എൻ്റെ ചേട്ടൻ വന്ന് പെട്ടെന്ന് അവൻ തീ കെടുത്താൻ നോക്കി, അവൻ്റെ കൈ പൊള്ളി. ബെഡ്ഷീറ്റ് എടുത്ത് അടിച്ചു, അതിന് തീ പിടിച്ചു. പിന്നെ ഞങ്ങൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആകെ ബഹളവും. ചിലർ വെള്ളം കൊണ്ട് ഒഴിക്കുന്നു, ചിലർ മഷി കൊണ്ട് ഒഴിക്കുന്നു, പൊള്ളലേക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ ആ സമയത്ത് ഈ വേദനയിൽ ഈശോ മറിയോസേപ്പെ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും അവസാനിപ്പിക്കുമ്പോൾ അപ്പച്ചനമ്മയും പ്രാർത്ഥിക്കും, ഈശോ മറിയോസേപ്പെ എന്ന പ്രാർത്ഥന ചൊല്ലി മരിക്കാൻ ഇടവരുത്തണമേ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ എനിക്ക് തോന്നുകയാണ്, ഞാൻ മരിക്കാൻ പോവുക, ഈശോ മറിയോസേപ്പെ ആത്മാവിന് കൂട്ടായിരിക്കണമേ, ഈശോ മറിയോസേപ്പെ ആത്മാവിന് കൂട്ടം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓടുന്നത് ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ കൂടിയാണ്. ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്ത സമയമാണ്. ഞാൻ പറഞ്ഞു, പാടിച്ചിറന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്കുണ്ട്, മോഹനൻ ഡോക്ടറുടെ. അങ്ങോട്ടേക്ക് ഞാൻ ഓടുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒച്ചയും ബഹളവും കരച്ചിലും കേട്ട് വീട്ടിൽ നിന്ന് അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരുടെ പുറകെ വന്നു. ഞാൻ നല്ല സ്പീഡിലാണ് ഓടുന്നത്. എന്നാലും ഞാൻ ഏറ്റവും മുമ്പിൽ ഈ ക്ലിനിക്കിലെത്തിയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടറും ഒരു നേഴ്സും ഉണ്ട്. അവരെന്നെ നോക്കിയിട്ട് എൻ്റെ കൂടെ, അപ്പം എൻ്റെ വീട്ടുകാർ പുറകിലെത്തി. അവരോട് പറഞ്ഞു, പൊള്ളൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബത്തേരിയിൽ കൊണ്ടുപോകണം. അങ്ങനെ പെട്ടെന്ന് അവർ ജീപ്പ് വിളിച്ച് എന്നെയും വീട്ടുകാരെല്ലാം കൂടെ ബത്തേരി അസംഷൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അസംഷൻ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. അവിടെ 15 ദിവസം ഞാൻ കിടന്നു. അപ്പോൾ ഡോക്ടർമാർ കണ്ട പ്രത്യേകത, എൻ്റെ ഇവിടെ മുഴുവൻ പൊള്ളി, ഈ കണ്ണടക്കം പൊള്ളിയിട്ടുണ്ട്, ചെവിയൊക്കെ അങ്ങ് പൊള്ളി. എൻ്റെ ഈ ഇടത് കണ്ണ് അല്പം ചെറുതാണ് വലത് കണ്ണിനേക്കാളും, പക്ഷെ കാഴ്ചയ്ക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ ഇടത് ചെവി ലേശം ചെറുതാണ് വലത് ചെവിയേക്കാളും, കേൾവിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ പൊള്ളി കാഴ്ചയും ഈ കേൾവി നഷ്ടപ്പെടേണ്ടതായിരുന്നു എന്ന്. എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ വന്ന് മന്ത്രിക്കുന്നവർ പറയും, എടാ അത് മാതാവ് രക്ഷിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാകുമ്പോഴും എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്, അത് മാതാവ് രക്ഷിച്ചതാണ്. ഞാൻ പിന്നീട് വളരെ ഉഴപ്പി അല്ലെങ്കിൽ ഒരു കോളേജ് ശൈലിയിലേക്ക് പോയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, എടാ മാതാവ് രക്ഷിച്ചത് ഓർക്കണം. അപ്പോൾ കൂടെ എൻ്റെ ജീവിതത്തിൽ ഇതൊരു മന്ത്രം പോലെ, ഇതൊരു സുഹൃദേവം പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മാതാവ് ഇടപെട്ടത്, മാതാവ് രക്ഷിച്ചത്. ഞാൻ പിന്നീട് എൻ്റെ മുഖത്ത് ഭയങ്കര പാടുണ്ടായി. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയം വരെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കോംപ്ലക്സ് ആയിരുന്നു. ഞാൻ ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ ഞാനൊരു സൈഡ് തിരിഞ്ഞേ നിൽക്കുകയുള്ളൂ. കാരണം ഈ സൈഡിലെ ഈ പാട് കാണുന്നത് എനിക്കത്ര നല്ലതല്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ചിലപ്പോൾ എൻ്റെ അധ്യാപകരും കളിയാക്കി പറയാറുണ്ട്, സജിയുടെ മുഖം ഇരിക്കുന്നത് ചേന ചെത്തി പോലെയാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ ഇച്ചിരി സങ്കടവും ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ അങ്ങ് മാറി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു അപകടം, അതിൽ നിന്ന് അന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയിട്ടില്ല അത് മാതാവിൻ്റെ ഇടപെടലാണ്. പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അത് മാതാവ് ഇടപെട്ട് നിന്നെ രക്ഷിച്ചതാണെന്ന്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ മാതാവ് ഇടപെട്ടതിൻ്റെയും മാതാവ് പ്രവർത്തിച്ചതിൻ്റെയും ഒരു ഓർമ്മ ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് സെമിനാരി ചേരുന്നതിന് മുമ്പ്
എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടർച്ചകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമായിരുന്നു. അന്നും വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കോളേജിലെ കാര്യങ്ങൾ, അവിടെ അടിയുണ്ടാക്കിയ കാര്യം, കേസിലായ കാര്യം, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അമ്മ എന്നോട് പറയും, എടാ അത് മാതാവ് രക്ഷിച്ചതാണ്. അപ്പം ഇന്നും എൻ്റെ ജീവിതത്തിൽ മാതാവ് രക്ഷിച്ചതിൻ്റെ, ശരിക്കും പറഞ്ഞാൽ മാതാവ് അന്ന് രക്ഷിച്ചതിൻ്റെ ഒരു ഫലമാണ് ഞാൻ ഇന്ന് സന്യാസ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നത്. ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, അതെ അന്ന് പൊള്ളിയത് കൊണ്ടാണ് കേട്ടോ അച്ഛനാകാൻ വന്നത്. അതും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു സംഭവം ശരിക്കും പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ അടുപ്പവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആ വർഷം തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു പ്രത്യേക ദൈവാനുഭവം എനിക്കുണ്ടായി. വ്യക്തിപരമായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അനുഭവിച്ച ഒരു സന്ദർഭം. സൂചിപ്പിച്ചതുപോലെ പൊള്ളിയതിൻ്റെ ആ സമയമൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസത്തോളം ഞാൻ വീട്ടിൽ വിശ്രമിച്ചു. മുറിവുകളൊക്കെ മെല്ലെ ഉണങ്ങി വന്നു. പിന്നെ വീണ്ടും ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യ സ്നേഹവുമായിരുന്നു. ഞങ്ങൾ സാധാരണ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടി കുറച്ച് താഴെ ഒരു കുളമുണ്ട്, അവിടെ പോയി ഞങ്ങൾ പാത്രം കഴുകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. വലിയ ഒരു കുളമാണ്, ഒരു 4 ആൾ വെള്ളമുണ്ട്. അപ്പോൾ അവിടെ ഒരു പലക ഇട്ടിട്ടുണ്ട്. ആ പലക കയറിയിരുന്ന് ഞങ്ങളിങ്ങനെ കുനിഞ്ഞിരുന്ന് പാത്രം കഴുകുന്നു. ഒരിക്കലിങ്ങനെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ, ചുറ്റും പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറകെ കൂടെ പോയ കുട്ടികളാരോ അറിഞ്ഞോ അറിയാതെയോ തട്ടിയതാണ്. ഞാൻ പൊത്തോന്ന് വെള്ളത്തിൽ വീണു. പാത്രം എൻ്റെ നിന്ന് പോയി. ഞാൻ മൂക്കിനൊപ്പം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടുമില്ല. ഞാൻ മുങ്ങുന്നില്ല, പൊങ്ങുന്നില്ല. അന്നെൻ്റെ ശരീരം സാമാന്യം നല്ല ഫിറ്റാണ്. കാരണം ഞാൻ ബാസ്ക്കറ്റ് ബോൾ ടീം അംഗമായതുകൊണ്ട് 5 വർഷത്തോളം സ്റ്റേറ്റ് ലെവലിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി ഫിസിക്കലി ഞാൻ വളരെ ഫിറ്റാണ്. പക്ഷെ എന്നാലും ഞാൻ ഒട്ടും താഴേക്ക് പോയില്ല. അപ്പോഴെനിക്കുണ്ടായ അനുഭവം, ആരോ താഴെ നിന്നും, നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടുകളിലൊക്കെ മുറം ഉപയോഗിക്കാറുണ്ട്. ഈ മുറം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ വീശുമ്പോൾ നല്ല കാറ്റ് വരും. ഇനി ആരോ എന്നെ ഇങ്ങനെ ഈ ഒരു മുറം കൊണ്ട് വീശുന്ന ആ കാറ്റ് എന്നെ താങ്ങി നിർത്തുക. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് പോകാത്തത് എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. പെട്ടെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു അത് മാതാവാണ്. അങ്ങനെ മാതാവിൻ്റെ ഒരു സംരക്ഷണം ആ സമയത്ത് അനുഭവിച്ചു. ഒരു 4-5 മിനിറ്റ് ഞാനിങ്ങനെ വെള്ളത്തിൽ കിടന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ മുങ്ങിയിട്ടില്ല, പൊങ്ങിയിട്ടില്ല, മൂക്കിനൊപ്പം വെള്ളത്തിൽ കിടക്കുകയാണ്. പിന്നെ ഞാനൊരു ചെറിയ ഒരു പുല്ലെ പിടിച്ച്, സാധാരണ രീതിയിൽ ഊതിയാൽ പറക്കുന്നൊരു പുല്ല, അങ്ങനൊരു പുല്ലെ പിടിച്ച് ഞാനിങ്ങനെ കയറി. പിന്നീട് എൻ്റെ ചേട്ടൻ ഒരാൾക്ക് 40 രൂപ അക്കാലത്ത് കൊടുത്തിട്ടാണ് ഈ കുളത്തിൽ നിന്നും എൻ്റെ ചോറ്റുപാത്രം എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു അനുഭവം, അത് പരിശുദ്ധ അമ്മ വ്യക്തിപരമായിട്ട് എനിക്ക് തന്ന സംരക്ഷണമായിട്ട് ഞാനിത് മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, അമ്മ അന്ന് അച്ഛനെ രക്ഷിച്ചത് ഇങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിരിക്കുമെന്ന്. അങ്ങനെ 5ാം ക്ലാസ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തുണ്ടായ 2 അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് മുഴുവനും പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥം വരുവാൻ, ശരിക്കും പറഞ്ഞാൽ അപകടത്തിനുള്ള സംരക്ഷണം ഉണ്ടാകുവാനുള്ള ഒരവസരം എനിക്ക് ദൈവം തന്നു. അമ്മയുടെ ആ വലിയ സ്നേഹമാണ് ഞാൻ ആ കാലങ്ങളിൽ കൂടുതലായിട്ട് അനുഭവിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, കോളേജിലേക്ക് ഇങ്ങനെ നടക്കുമ്പോഴും ഉഴപ്പി വരുമ്പോഴും എൻ്റെ അമ്മ എന്നോട് പറയും, എടാ പണ്ട് മാതാവ് നിന്നെ രക്ഷിച്ചത് ഓർക്കണം. ആ ഓർമ്മയാണ് ഒരുപക്ഷെ എന്നെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്.
ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ. ആശ്വാസവാക്കുകൾ ചൊല്ലി